പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നതിൻ്റെ സബ്ജക്റ്റ് ദൈവരാജ്യം. പക്ഷേ ഇതിനെപ്പറ്റി തന്നെ സ്വർഗരാജ്യമെന്നും പറയാറുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ്. ഇത് വളരെ ക്ലിയറായിട്ട് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 17:21 റോമ ലേഖനത്തിൻ്റെ 14:17 എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവരാജ്യവും സ്വർഗരാജ്യം രണ്ടാണെന്ന് പറയുന്നവരുണ്ട്, പക്ഷേ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. മത്തായി സുവിശേഷത്തിലാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു 2 സ്ഥലത്ത് മാത്രമേ അവർ ദൈവരാജ്യം പറയുന്നത്. കാരണം കൽപ്പന പ്രകാരം ദൈവത്തിൻ്റെ പേര് വൃഥ എടുക്കരുത് എന്നുള്ളൊരു കൽപ്പന ഉണ്ട്. അതുകൊണ്ട് അവിടെ സ്വർഗരാജ്യമാണ് കാണിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 17:21 എന്താ വചനം എഴുതിയെന്ന് നോക്കാം. ഇവിടെ പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ റോമൻ ലേഖനത്തിൽ 14:17 അതിന് വിവരം കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി വിവരമായിട്ട് കൊടുത്ത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പിന്നെ എന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതെങ്ങനെയാണെന്ന് നോക്കാം. റോമാലേഖനത്തിൻ്റെ 10:9-10 വചനങ്ങൾ നോക്കുകയാണെങ്കിൽ, യേശുവിനെ നമ്മൾ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് നമ്മളെ ഒരു അഭിഷേകം നടക്കുകയാണ്. ഫസ്റ്റ് അഭിഷേകം അത് ആത്മാവിലാണ് ഈ അഭിഷേകം നടക്കുന്നത്. ആ അഭിഷേകത്തിൽ കൂടി എന്താ നടക്കുന്നത്? ഗലാത്യർ 4:6 പറയുകയാണെങ്കിൽ, ഈ സമയത്ത് നമ്മൾ ദൈവത്തിനെ സ്വീകരിച്ച സമയത്ത് നമ്മൾ മക്കളായതുകൊണ്ട്, അതായത് നമ്മളൊക്കെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം സ്വപുത്രൻ്റെ ആത്മാവ്, അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അയക്കുന്നു. അപ്പം ഈ സമയത്ത് പുത്രൻ്റെ ആത്മാവാണ് നമ്മളെ ഹൃദയത്തിലേക്ക് അയക്കുന്നത്. നമ്മൾ ഉള്ളിൽ ഒരാത്മാവുണ്ട്, അത് മരിച്ചതാണെന്ന് പറയും, പക്ഷെ മരിച്ചതല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആയതാണ്. ഒരു പൈപ്പിൻ്റെ മാതിരിയാണ്. അത് ഡിസ്കണക്റ്റ് ആയിട്ടുള്ളൂ, മരിച്ചിട്ടില്ല. പക്ഷെ അത് കാരണം നമ്മൾ ഈ ലോകത്തിലെ രാജാവിൻ്റെ അണ്ടറിലാണ്, അതായത് കംപ്ലീറ്റ് പോയിട്ടില്ല. ഈ ഒരു സംഭവ സമയത്ത് 1 കൊരിന്ത്യർ 6:17 പ്രകാരം നമ്മുടെ കർത്താവിൻ്റെ ആത്മാവുമായി നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് ഏകമാവുകയാണ് ചെയ്യുന്നത്. ഒരേ ആത്മാവായി മാറുകയാണ്. ഒരു പുതിയ സൃഷ്ടിയാണ് നടക്കുന്നത്. അങ്ങനെ ദൈവരാജ്യം നമ്മളുടെ ഉള്ളിലെത്തി. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവമുള്ള സ്ഥലത്തല്ല ദൈവരാജ്യം ഉണ്ടാവുക. അതൊക്കെ ആത്മാവിലാണ് നടക്കുന്നത്. നമുക്ക് അറിയേണ്ടതാണ്, ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്ന ആത്മാവിലാണ്. ഭൗതികമായിട്ട് ഒരു വ്യത്യാസം വരുന്നില്ല. നിങ്ങളുടെ പേര് ഡാനിയൽ ആണെങ്കിൽ നിങ്ങൾ ദാനിയേൽ തന്നെയാണ്. ഒരു വ്യത്യാസം വരുന്നില്ല. നിങ്ങളുടെ മുഖത്തിനോ ശരീരത്തിനോ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നമ്മളുള്ളിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മളെ ആത്മാവും ഒന്നിച്ച് ചേർന്ന് ഒരു പുതിയ സൃഷ്ടി നടന്നതുകൂടി ഈ ദൈവരാജ്യം നമ്മൾ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. ദൈവമുള്ള സ്ഥലത്താണല്ലോ ദൈവരാജ്യം വരും. നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടി, ഉള്ളിലുള്ള മനുഷ്യൻ, ആ ആത്മീയ മനുഷ്യനാണത്. ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് നമ്മൾ ആത്മീയ മനുഷ്യനാക്കിയത്. ഇതെല്ലാം ആത്മാവിലാണ് നടന്നത്. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. 2 കൊരിന്ത്യർ 5:17 വചനപ്രകാരം നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറിയത്. ആ പുതിയ സൃഷ്ടിയാണെങ്കിൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളുള്ളിലൊരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ്, അതേ ക്വാളിറ്റിയിൽ കൂടിയാണ്. ഒരു വ്യത്യാസമില്ല. ആത്മാവിലും ദൈവവും നമ്മൾ ഒരു വ്യത്യാസമില്ല. ക്രിസ്തുവും നമ്മളും ഒരു വ്യത്യാസമില്ല.
1 യോഹന്നാൻ 4:17 പറയുന്നത് ഏത് പ്രകാരം ക്രിസ്തു ഈ ലോകത്തിലാണോ അതേ പ്രകാരം നമ്മളും ഈ ലോകത്തിലിരിക്കുന്ന ഒരു വ്യത്യാസമില്ല, ഐഡൻറ്റിക്കൽ. അപ്പോൾ ഈ സമയത്ത് ഇത് നടന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്, കംപ്ലീറ്റ്. ദൈവം എന്താണ്? അവൻ്റെ നീതിമാനാണ്, റൈറ്റസ്നെസ്. ഇത് വേണമെങ്കിൽ 2 കൊരിന്ത്യർ 5:21 എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നീതി നമുക്ക് തന്നാണ്, ഒരു എക്സ്ചേഞ്ച് നടന്നതാണ് അവിടെ. സമാധാനം, അതായത് സമാധാനം തരുന്ന ദൈവം മാത്രമാണ്. ഐസിയ പ്രവാചകൻ്റെ 9:6 പറയുന്നത് ദൈവ സമാധാന പ്രഭു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 14:27 പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിൽക്കുന്നു. റോമാലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് മുഴുവൻ നമ്മൾ ഉള്ളിൽ വന്നിട്ട് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം നമ്മൾ ഉള്ളിൽ വരികയാണ്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മൾ ഉള്ളിലുണ്ട്. കാരണം നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ 9 ഗുണങ്ങളും നമ്മളിലുണ്ട്. സ്നേഹം, സമാധാനം, സന്തോഷം, വിശ്വാസം, ഇതൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട, നമ്മൾ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി, അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉള്ളിലുണ്ട്. അതായത് ക്രിസ്തു ഏത് പ്രകാരം ഈ ലോകത്തിലായിരുന്നു അതേ പ്രകാരം തന്നെ നമ്മൾ ഈ ലോകത്തിലാണ്, ഒരു വ്യത്യാസമല്ല. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ തന്നെയുള്ള ദൈവരാജ്യത്തിനാണ്. പുറത്തേക്കൊന്നും പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ഇത് നമ്മളിതിന് അറിയിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ കൂടിയാണ്. ഒരു എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് തന്നതാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തോടു കൂടി നമ്മളെ വീണ്ടെടുക്കുന്ന ക്രിയയിൽ കൂടി ദൈവരാജ്യം നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇത് പുറത്തല്ലുള്ളത്, നമ്മൾ ഉള്ളിലെ മനുഷ്യനിലാണ് ഇത് മുഴുവനുള്ളത്. നമ്മളെല്ലാ പാപങ്ങളും അനീതികളും ദൈവം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഏതാണ് പറഞ്ഞത്? ഒരു പുതിയ സൃഷ്ടി നടന്നെങ്കിൽ 2 കൊരിന്ത്യർ 5:17 മുതൽ 21 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായ സമയത്ത് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് നമ്മളെല്ലാ അനീതിയും ദൈവത്തിലേക്ക് കൊടുത്ത് അത് ക്രൂശിൽ തറച്ചിട്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവരാജ്യം എന്നുള്ളത് പുറത്തൊന്നുമല്ല, നമ്മൾ ഉള്ളിലാണുള്ളത്. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ചതോടെ ദൈവരാജ്യത്തിൻ്റെ അംഗമാണ്, പുറത്തൊന്നുമല്ല. അപ്പം നമ്മളൊക്കെ ദൈവരാജ്യത്തിൻ്റെ അംഗമാണെന്ന്, നമ്മളുള്ളിൽ ദൈവരാജ്യമുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ്, ദൈവരാജ്യത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരംഗമാണ്. എഫെസ്യർ ലേഖനത്തിൻ്റെ 2:19 പറഞ്ഞ മാതിരി കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. ഞാനൊരു മകനാണ് ദൈവത്തിൻ്റെ. എന്നെ വീണ്ടെടുത്തത് ഒരു മകനായിട്ടാണ്. എഫെസ്യർ ലേഖനത്തിൻ്റെ 1:4-5 പറയുന്ന മാതിരി എന്നെ വീണ്ടെടുത്ത മകനായിട്ടാണ്. അപ്പം മകനായിട്ടാണെങ്കിൽ പുത്രൻ്റെ എല്ലാ ക്വാളിറ്റീസ് എനിക്കുണ്ട്. എല്ലാ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ പുത്രൻ ഒരു ആത്മാവായ മനുഷ്യനാണുള്ളത്, പുത്രൻ്റെ ആണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗമായുള്ളത്. ആ ദൈവരാജ്യം നമ്മൾ ഉള്ളിൽ വരികയാണ്. ഇത് വളരെ ഒരു പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, പക്ഷെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാവും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് പുറത്തേക്കൊന്നും പോകണ്ട, ഇത് നമ്മൾ ഉള്ളിൽ തന്നെയാണ്. ഇത് വളരെ ക്ലിയറായിട്ട് ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 17:21 റോമാലേഖനത്തിൻ്റെ 14:17 പറയുന്നുണ്ട്. ഇത് ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.